ഇസ്രായേലിന്റെ നെതന്യാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഫലസ്തീൻ, ഹമാസ്, അതുപോലെ തന്നെ സിറിയ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ അവരുമായിട്ട് ഫൈറ്റ് നടത്തിയിട്ടും നെതന്യാഹു ആ രാജ്യം വിട്ട് പോയിട്ടില്ല, എവിടെയും ഒളിച്ചിട്ടില്ല. അതുപോലെ തന്നെ അൽ ഖമേനിയുടെ കഥയും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്താലും ആ വ്യക്തിയെ ബാധിക്കില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇറാന്റെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കിളവനാണ്, ഇനി അയാളെ കൊണ്ടൊന്നൊരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കാണ് പ്രശ്നം. ആ രാജ്യം ഏത് രൂപത്തിൽ ആക്കിയെടുക്കണം എന്നുള്ളതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ തന്നെയാണ് അൽ ഖമേനി. ഇത് കാലങ്ങൾ തെളിയിച്ചതാണ്. അപ്പോ പ്രശ്നങ്ങളല്ല പരിഹാരം, പ്രശ്നം ഇല്ലാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഒരു രാജ്യത്തിനോടും കൂറ് പുലർത്തി നമ്മുടെ രാജ്യത്തിൽ വെറുതെ കശപിശുണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. കാരണം നമുക്ക് ഈ വിഷയത്തോടൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നും മനസ്സിൽ ചിന്തിക്കുക. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇവിടെ ഇപ്പൊ ഇന്ന് എൻ്റെ ഷോപ്പിൽ വന്ന് ഒരു വ്യക്തി, ഞങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഓരോ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആ ഒരു ശിവനെയും പാർവതിയെയും ഒക്കെ അതുപോലെ തന്നെ യേശുവിനെയും അവരുടേതായിട്ടുള്ള ആളുകളെയും ഒക്കെ എടുത്ത് വളരെ കൃത്യമായിട്ട് ആ വ്യക്തി പറഞ്ഞ് കൊണ്ടുവന്ന് എത്തിച്ചു നിന്ന് വന്നപ്പോൾ ഇതെല്ലാം ഒരേ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള ദൈവങ്ങളുടേതായിട്ടുള്ള ആ ഒരു വിഷയത്തിലേക്ക് ചെന്ന് എത്തിപ്പെടുമ്പോൾ എല്ലാം ഒരു ദിശയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ ഒരു വിഭാഗം ഒരു മതത്തിന്റെ പേര് പറയുന്നു, ഒരു വിഭാഗം മറ്റൊരു മതം, അത് ഞങ്ങളുടെ മതം ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു. ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ മൂന്ന് മതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒന്ന് ക്രിസ്ത്യൻ മതം, ഒന്ന് മുസ്ലിം, ഒന്ന് ഹിന്ദു എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പറയുന്ന മൂന്ന് മതത്തിന്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുമ്പോൾ ഇതെല്ലാം വളരെ കണക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഓരോ വ്യക്തികളുടെയും പേരുകൾ പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അപ്പോ ഇവിടെ പ്രവാചകനെ കൊണ്ടുവന്ന് മറ്റൊരു ഹിന്ദുമതത്തിലുള്ള ഒരു ദൈവത്തിന്റെ പേരുമായി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അത് എങ്ങനെ സാധിക്കും? കാരണം ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആ വ്യക്തി ഈ രാജ്യത്ത് നിന്നും പ്രവാചകരെ കാണാൻ വേണ്ടി പോയി, അവിടെ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്നു. അവിടെ നിന്നും ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ച് ഈ ഒരു കേരളത്തിൽ ആരുമായും ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ആ കുറിപ്പ് കൊണ്ടുവന്ന് ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വിട്ടതാണത്രേ മാലിക് ബിൻ ദിനാർ എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ ഈ ചേരമാൻ പെരുമാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകരും ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകരെ പിന്നെ ശിവനെയോ അതല്ലെങ്കിൽ മറ്റ് ആളുകളെയോ ബന്ധപ്പെടുത്തുന്ന ആ ഒരു രീതി ശരിയാണോ? അല്ല. അപ്പൊ അവിടെ വ്യത്യാസമുണ്ട്. മറ്റ് ചില പ്രവാചകന്മാരെ അതിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കാം. നമുക്കതിനെ കുറിച്ച് വ്യക്തമല്ല. കാരണം ഇസ്ലാം മതം വിശ്വസിക്കുന്നതും ആദം നബി മുതൽ എന്നുള്ള ഒരു രീതി തന്നെയാണ്. അതേ നിലപാട് തന്നെയാണ് ഹിന്ദു മതത്തിലുള്ളത്, ക്രിസ്ത്യൻ മതത്തിലുള്ളതും അതുപോലെ തന്നെയാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള ആ ഒരു ആശയവിനിമയം അത് വ്യത്യസ്ത രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ വേർതിരിവുണ്ടാകുന്നത്. പക്ഷേ ഇന്നെൻ്റെ ഷോപ്പിലിരുന്ന് സംസാരിച്ച ആ വ്യക്തിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പൊ എനിക്ക് തോന്നി കുറച്ചൊരു പക്വതയുള്ള ആളാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ വ്യക്തിയിൽ നിന്നാണ് കുറച്ച് എനിക്ക് ഇത്തരം വിഷയങ്ങൾ കിട്ടിയത്. എന്നിരുന്നാലും മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം
അത് വേറൊരു ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. കാരണം ഈ ഒരു ദുനിയാവിനെ കുറിച്ച് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത ആളുകളാണ് മുസ്ലിങ്ങൾ. ജീവിക്കും, മരണം വരെ എങ്ങനെയുണ്ട് ജീവിച്ചു പോകണം എന്നുള്ള നിലപാടാണ്. പക്ഷെ ഈ ജീവിക്കുന്നതിൻ്റെ ഉള്ളിൽ പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അതിൽ ആ ഒരു നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച് അവരുടെ ആ ഒരു പാപങ്ങളൊക്കെ കഴുകി ആ ഒരു മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ച് എന്നിട്ട് മരണപ്പെട്ട് പോയാൽ മതി എന്ന് ഭയപ്പെടുന്ന മുസ്ലിങ്ങളാണ്. അപ്പോൾ പാപം ചെയ്ത് ഈ ഒരു ദുനിയാവിൽ ജനിച്ച് മരണം വരെ അവൻ നന്മ ചെയ്ത് മുന്നോട്ട് പോയി മരണപ്പെടുമ്പോൾ അവൻക്ക് യാതൊരുവിധ ഭയവുമില്ല. അതുപോലെ തന്നെ ഒരു രാജ്യം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറായ ആ ഒരു സമയമുണ്ടായി. ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞു, ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് ഇരച്ചു കയറി നമ്മളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയതെടുത്ത് അലക്കില്ലേ? ആ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്ന ആളാണ്. ഇപ്പോ ടിപ്പു സുൽത്താൻ, ചില ആളുകൾ പറഞ്ഞു ടിപ്പു സുൽത്താന്റെ ആ ഒരു പടയോട്ടത്തിലാണ് ഇവിടെയുള്ള രാജാക്കന്മാരൊക്കെ ഭയപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് ഒരുപാട് ആളുകൾ ആ ഒരു ടിപ്പുവിന്റെ ആ ഒരു വരവിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ടിപ്പുവിന്റെ ആ ഒരു വരവിൽ ഈ നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു നിലപാട് സ്വീകരിച്ച ആ ഒരു കാര്യത്തിലേക്ക് കയറിയപ്പോ ചാവക്കാട് മണത്തലപ്പള്ളി എന്ന് പറയുന്ന ആ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ടിപ്പുവിനോട് പടപൊരുതി മരണപ്പെട്ട ആളാണ്. മുസ്ലിമല്ലേ? ടിപ്പു മുസ്ലിമല്ലേ? ടിപ്പുവിനോട് യുദ്ധം ചെയ്ത് മരണപ്പെട്ട വ്യക്തിയാണ് ചാവക്കാട് മണത്തലപ്പള്ളിയിൽ കിടക്കുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പർ. അവിടെ മതമാണോ നോക്കിയത്? അല്ല. എന്റെ നാട്, എന്റെ നാട്ടിലുള്ള ജനങ്ങൾ, അവർക്കൊരു പോറൽ പോലും സംഭവിക്കരുത് എന്നാണ് ചിന്തിച്ചത്. അവിടെ മതത്തെയല്ല ചിന്തിച്ചത്, അവിടെ രക്തം ചിന്താനല്ല ചിന്തിച്ചത്. അങ്ങനെ മരണപ്പെട്ട വ്യക്തിയാണ് ചാവക്കാട് കിടക്കുന്ന മണത്തലപ്പള്ളിയിൽ കിടക്കുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പർ. ടിപ്പു സുൽത്താനായിട്ട് യുദ്ധം ചെയ്ത ആളാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ രാജ്യവുമായിട്ട് ഇനി ഏതൊരു മുസ്ലിം കൺട്രി ആണെങ്കിലും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മുസൽമാൻ എന്നുള്ള പേരിൽ തന്നെ ഞാനും പറയുന്നു, അതിധീരമായി ഞാനും മുന്നിൽ നിൽക്കും. കാരണം എന്താ? നമുക്ക് നമ്മുടെ നാടാണ് ഏറ്റവും വലുത്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് നമുക്ക് ഏറ്റവും വലുത്. അതല്ലാതെ മറ്റു കൺട്രിയിലുള്ള ആളുകളെ അവര് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് വിചാരിച്ച് അവർക്ക് കസാരയും അതല്ലെങ്കിൽ കിടക്കാൻ ബെഡും ഇട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരുടെ രാജ്യം, നമ്മൾ നമ്മുടെ രാജ്യം, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും സമാധാനം. അതാണ് എല്ലാ മതത്തിലുള്ള ആളുകളും ഇഷ്ടപ്പെടുന്നത്. സമാധാനം തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച, എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം നന്ദിയുണ്ട്. ഈ ഒരു യുദ്ധത്തിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരുമായിട്ടും ഒരു വേർതിരിവോ പ്രശ്നമോ ഉണ്ടാക്കാൻ നിൽക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു യുദ്ധങ്ങൾ ഇല്ലാതിരിക്കാൻ. കാരണം ഇറാൻ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെയും വലിയ രൂപത്തിൽ ബാധിക്കും. ഭക്ഷണത്തിൻ്റെ ആ ഒരു രീതിയിലാണെങ്കിലോ അതല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ രീതിയിലാണെങ്കിലോ അതല്ലെങ്കിൽ മെഡിസിൻ്റെ രീതിയിലാണെങ്കിലോ ഏതെങ്കിലും രൂപത്തിൽ നമ്മളെയും ആ യുദ്ധത്തിൻ്റെ ആ ഒരു സംഭവത്തിൽ നമ്മുടെ ജീവനും ജീവിതവും ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഹോമിക്കപ്പെടേണ്ടി വരും. അപ്പോൾ യുദ്ധം ആരും ആഗ്രഹിക്കരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
കൈലാസ് അത് എന്തെങ്കിലും പറഞ്ഞോട്ടെ കൈലാസേ, അത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം നമുക്ക് അങ്ങനെ ഒരു അത്തരമൊരു നിലപാടിനോട് അങ്ങനെ യോജിച്ച് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഇത് മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ്. കാരണം മുഗൾ ചക്രവർത്തിമാർ ഇവിടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് അന്ന് ഈ പറയുന്ന ബ്രാഹ്മണന്മാരും നായന്മാരും നമ്പൂതിരിമാരും മുസ്ലിങ്ങളും ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും ഒക്കെ തന്നെയാണ് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. അവർ ഐക്യത്തോടു കൂടി തന്നെയാണ് ആ രാജാവിന്റെ കീഴിൽ അവർ ജോലി ചെയ്തിരുന്നതും. അപ്പോൾ അതിനുശേഷമുണ്ടായ ആളുകൾ ഇത്തരം ആ ഒരു വേർതിരിവോടുകൂടി കാണുന്നുണ്ടെങ്കിൽ അവരെ വഴിക്ക് വിടുക. കാരണം അവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ അത് അതിൻ്റെ വഴിക്ക് വിടുക. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. നമസ്കാരം. ബൈ.